ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ആകെ എന്താ പറയുക മേക്കപ്പ് കേട്ടാൽ വന്നിരിക്കുന്നത്. ഞാൻ വേറൊരു വീഡിയോ എടുത്ത് വൈൻഡപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം. അപ്പോൾ പിന്നെ നല്ല കോലത്തിൽ തന്നെ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ഒന്നും കളയാതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മുടി എനിക്കൊരു ഇറിറ്റേഷൻ ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ മേലെ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ അവർക്ക് അപ്പോഴേ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഷോർട്ടായിട്ട് പറയാൻ പറ്റുന്നൊരു ആൻസർ അല്ല, ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഈ വീഡിയോ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാൻ അതേ കൊടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇയാളുടെ മാരേജിന് ഗോൾഡ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, നെഗറ്റീവായി എടുക്കരുത്. ഇല്ല, ഞാൻ നെഗറ്റീവായിട്ട് എടുത്തിട്ടല്ല കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടാണ്. എനിക്ക് ഇങ്ങനെ ഒരു ആൻസർ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ എന്നുള്ള ഫീലിങ്സിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, പിന്നീട് എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ കയ്യിൽ ഗോൾഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നോട് നമ്പർ 1 ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഡൗറി എന്ന് തന്നെ ഞാൻ അതിന് പറയും. ഗോൾഡ് അതൊരു സ്നേഹസമ്മാനം എന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാനതിന് ആ കുട്ടിയോട് അങ്ങനെ ചോദിച്ചതും. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചൊന്നും അങ്ങനെ തന്നെയല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ത്രീധനം, ഡൗറി എന്നുള്ള ഒരു സാധനം മേടിക്കാതിരുന്നതിൽ എനിക്ക് എന്തെങ്കിലും റിഗ്രഷൻ തോന്നിയിട്ടുണ്ടോ, ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. കല്യാണത്തിന് ഗോൾഡ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് വീട്ടുകാരുടെയും റിയാക്ഷൻ എങ്ങനെയായിരുന്നു, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയാം. എന്തെങ്കിലും റിഗ്രഷൻ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് ടിൽ നൗ ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്തിലേക്ക് 1 ഇയർ ആയി, ഇതുവരെ അതില്ലാത്തതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വിശാഖന് അത്രയും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പെട്ടെന്നൊരു ദിവസം ഉണ്ടായൊരു തീരുമാനമല്ല. വളരെ എന്താ, നമ്മളൊരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, അതായത് ഒരു നോർമൽ ഒരു സാധാരണ പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരുപാട് ആഭരണങ്ങളിട്ട് നല്ല നല്ല കളർഫുൾ പട്ടുസാരിയൊക്കെ കൊടുത്ത്, റെഡ് പട്ടുസാരിയൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കണം എന്നൊക്കെ തന്നെയായിരുന്നു ഒരു 3-4 വർഷം മുന്നേ ഉള്ള എൻ്റെ ചിന്താഗതി. പക്ഷെ അത് മാറി വന്നത് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസം, നമ്മുടെ സാമൂഹികാവസ്ഥ, ഇതൊക്കെ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുമല്ലോ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് ചേഞ്ചിന് കാരണം ഞാൻ കല്യാണം കഴിച്ചത് വിശാഖ് എന്ന് പറയുന്ന ഒരാളെയാണ്. വിശാഖിനെ ആയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 വർഷമായി ഞാൻ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടില്ല. എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് വേറൊരാൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ രംഗത്തുള്ള മറ്റൊരാൾ അങ്ങനെയാണല്ലോ, പിന്നെന്താ ഞങ്ങളിങ്ങനെ, അങ്ങനെയല്ല. അതായത് നമ്മുടെ ബോധ്യം, നമ്മുടെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ശരിയാണെന്ന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ പോളിസി. എൻ്റെ അച്ഛനും, അതായത് എനിക്ക് 26 വയസ്സായി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാളെ ജൂലൈ 23 ആയിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. 24 എൻ്റെ പിറന്നാൾ, അതായത് 25 വർഷം ഞാൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ 6-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മരിച്ചു. അപ്പോൾ ഞാനെല്ലാം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ പറയുന്ന സമയത്ത് അച്ഛൻ 1976 അന്നത്തെ KCUവിൻ്റെ കേരള സ്റ്റുഡൻസ് യൂണിയൻ, KSU, അതാണ് KSUവിൻ്റെ നമ്മുടെ നാട് പുത്തൻതെരുവാണ്. അതായത് തിരൂർ ഏരിയയുടെ സെക്രട്ടറി ആയിരുന്നു അച്ഛൻ 1976. അപ്പോൾ ആ സമയത്ത് ഇന്നലെ അച്ഛൻ ഒരു അനുഭവം ഷെയർ ചെയ്ത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു മാത്രം. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നതിൻ്റെ ഇടയ്ക്ക്, അന്ന് കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന ജാഥ നടക്കുകയാണ്. ആ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് അന്ന് വി എസ് അച്യുതാനന്ദനാണ്. 76 കാര്യമായിട്ടോ ഞാൻ ഈ പറയുന്നത്. അച്ഛൻ ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവാത്ത കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ ജാഥയിൽ അച്ഛൻ്റെ സമ്മേളനം, ഏരിയ സമ്മേളനം പുത്തൻതെരു വെച്ച് നടക്കുന്ന ഏരിയ സമ്മേളനം യൂണിറ്റ് സമ്മേളനമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പുത്തൻതെരു വെച്ച് നടക്കുന്ന സമയത്താണ് വി എസ് അച്യുതാനന്ദൻ ജാഥ സ്വീകരണം ഉണ്ടാവും ഓരോ കേന്ദ്രങ്ങളിലും. അപ്പോൾ ആ സ്വീകരണത്തിൽ പങ്കെടുത്തതിന് ശേഷം അച്ഛൻ, അതായത് ആ സമ്മേളനത്തിലോ ആ യൂണിറ്റ് യോഗത്തിലോ യൂണിറ്റ് രൂപീകരണത്തിലോ അച്യുതാനന്ദൻ പങ്കെടുത്തു. അങ്ങനെ അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഞാൻ 1976 കാര്യമായിട്ടോ പറയുന്നത്. അപ്പം
ആ ഒരു ഏരിയയുടെ സെക്രട്ടറി അച്ഛനെ, തിരൂർ ഏരിയ സെക്രട്ടറി അച്ഛനായിരുന്നു. ഇപ്പൊ തിരൂർ ഏരിയ ഒന്നുമല്ല, ഇപ്പൊ തിരൂർ ഏരിയ, താനൂർ ഏരിയ, അങ്ങനെ അങ്ങനെ എന്താ പറയാ ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞെന്ന് മാത്രം. അത്രയും വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളുടെ മകൾ എന്ന നിലയ്ക്ക് അച്ഛനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയില്ലേ, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ സ്വന്തം ജീവിതത്തിലും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അച്ഛൻ. അച്ഛൻ്റെ കല്യാണത്തിനും ഈ പറഞ്ഞ ഡൗറിക്കും മറ്റു കാര്യങ്ങളൊന്നും എന്താ പറയാ ചോദിച്ചു മേടിക്കുന്ന ഒരു അങ്ങനത്തെ ഒരാളല്ല. അച്ഛനിൽ നിന്ന് കിട്ടിയ സ്വഭാവം ഞാനും ഞാൻ കണ്ടുപിടിച്ച ഒരാള് അതിനോട് കൂടെ നിൽക്കുന്ന ഒരാളും ആയതുകൊണ്ട് ആ ഒരു തീരുമാനം എടുക്കാൻ വളരെ ഈസി ആയിരുന്നു. 3-4 വർഷത്തെ ഞാൻ പറഞ്ഞു, അതങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമല്ല, നമ്മളിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക എന്താ പറയാ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം. പിന്നെ നമ്മൾ കുറെ ന്യൂസുകളൊക്കെ കേൾക്കുന്നതല്ലേ, അപ്പൊ പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതാണ് സത്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുന്ന് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നത് 2024 മാർച്ച് 28-നാണ്. മാർച്ച് 28-ന് അവർ വരുന്ന സമയത്ത് വിശാഖ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തലേന്നും ഇറങ്ങുന്ന അന്ന് രാവിലെ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് ഇറങ്ങുന്നപ്പോഴും എന്നെ വിളിച്ചു, മനുഷ്യ ഒരു മോതിരെങ്കിലും കൊണ്ടുവരണോ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരടങ്ങുന്നതല്ലല്ലോ ഒരു കല്യാണം ഉറപ്പിക്കൽ എന്ന് പറയുന്നത്, ഒരു ഫാമിലി അലയൻസ് അല്ലേ. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ അച്ഛനും വിശാഖ തലേന്ന് വിളിച്ച് ചോദിച്ചപ്പോഴും എൻ്റെ അച്ഛൻ വിശാഖിനോട് പറഞ്ഞത് നോ, വേണ്ട, അങ്ങനത്തെ ഒരു മോതിരമോ അല്ലെങ്കിൽ വളയുള്ള, പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ വളട്ട് ഉറപ്പിക്കുന്ന പരിപാടി, ഒന്നിൻ്റെയും തൂക്കം കൊണ്ട് മറ്റൊരാളെ അളക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഏറ്റവും ബേസിക് കൺസെപ്റ്റ് കേട്ടോ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ ഒന്നും ഗോൾഡ് തന്നിട്ട് അങ്ങനെ കല്യാണം ഉറപ്പിച്ചൊന്നുമല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കുകൾ തമ്മിൽ പരസ്പരം രണ്ട് കുടുംബം ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച് അങ്ങനെ തീരുമാനിച്ച കല്യാണമാണ്. പിന്നെ എനിക്ക് ഇങ്ങോട്ടൊന്നും തരണ്ട എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ചെറുക്കന് മാലിടില്ല, അതായത് ഗോൾഡിന്റെ ചെയിനിടുന്ന ഒരു ചടങ്ങുണ്ടായി. അച്ഛന് 3 മരുമക്കളായിട്ട്, ഇപ്പോൾ വിശാഖടക്കം 3 പേർക്കും അങ്ങനത്തെ ഒരു ചടങ്ങുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എൻ്റെ ഒരു എനിക്ക് സ്വന്തം അനിയുണ്ട്, അനിയൻ കല്യാണം കഴിക്കുന്ന സമയത്തും അവൻ കല്യാണം കഴിക്കുമ്പോൾ കുട്ടിയുടെ വീട്ടുകാരോട് നമ്മൾ പറയും ചെക്കന് മാലയൊന്നും ഇടണ്ട, നമ്മൾ അങ്ങോട്ടും അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം. അത് നമ്മുടെ ഫാമിലിയിൽ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു കാര്യം നോ ഗോൾഡ് എന്ന് പറയുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരിക്കും കേട്ടോ കുറച്ചൊരു ബുദ്ധിമുട്ട്, വേണം അങ്ങനെ എന്താ പറയുക. എൻ്റെ ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ, ചേച്ചിമാരെ കല്യാണത്തിന് ഗോൾഡൊക്കെ കൊടുത്തിട്ടുള്ള കല്യാണമാണ്. അതായത് അവർക്ക് കഴുത്തിലിടാൻ ഭാഗത്തിനുള്ള ഗോൾഡ് കൊടുത്തിട്ടുള്ള കല്യാണമാണ്. അപ്പോൾ വർഷങ്ങളുടെ മാറ്റമുണ്ട്. അത് എന്താ പറയുക, അപ്പോൾ ഇപ്പോൾ ഞാനത് അമ്മോട് പറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ അത് ഉൾക്കൊണ്ടു. എൻ്റെ ആഗ്രഹത്തിന് എൻ്റെ പാരൻസ് എൻ്റെ കൂടെ നിന്നു, അതിനേക്കാൾ ഉപരി വിശാഖ കൂടെ നിന്നു. വിശാഖിൻ്റെ വീട്ടുകാരും ഒരുപോലെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞങ്ങൾ രണ്ടുപേരും SFI പ്രവർത്തകരായിട്ടാണ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് DYFI രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, വായിച്ചതും നമ്മൾ നേടിയ അറിവും വിദ്യാഭ്യാസവും ഒക്കെ കൊണ്ട് നമ്മൾ എടുത്തൊരു തീരുമാനമാണ്. അതിൽ ഒരുപാട് വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരുപാട് വാർത്തകൾ, അതായത് ഇങ്ങനെ ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടിയ മാതിരി വന്ന് നിൽക്കാൻ എനിക്കൊട്ടും താല്പര്യം ഉണ്ടാകുന്നില്ല. അതിൽ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ കല്യാണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുമല്ലോ. ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് കേട്ട ഏറ്റവും നല്ല അഭിപ്രായം സദ്യ, ഗംഭീര സദ്യ ആയിരുന്നു എന്നുള്ളതായിരുന്നു. കാരണം ഇപ്പോഴും എന്നെ കണ്ട ആരെങ്കിലും പറയും കല്യാണത്തിൻ്റെ സദ്യ അതൊരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യാൻ, എനിക്ക് എൻ്റെ കല്യാണത്തിന് സദ്യ കഴിക്കാനും പറ്റിയില്ല, വയ്യാത്ത കാരണം. ഞാൻ കഞ്ഞിയാണ് കുടിച്ചൂന്ന് എനിക്ക് ഓർമ്മ ഇല്ല, കഞ്ഞിയാണോ അത് വെള്ളമോ അങ്ങനെ എന്തുവാണ് ഞാൻ കുടിച്ചത്, കാരണം എനിക്ക് വയ്യായിരുന്നു. അപ്പം കല്യാണത്തിന്റെ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് പലരുടെയും അവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ കുശു പറയില്ലേ, ആ കാര്യത്തിൽ ബാബുവേട്ടൻ മോൾ ഒട്ടും സ്വർണം കൊടുത്തിട്ടില്ല, എന്താപ്പാ കുട്ടിയുടെ അവസ്ഥ, എന്താ പറയാ ഒരു തരി സ്വർണ്ണം ഇടാതെ ആ കുട്ടി കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നത്, അതും ഫാൻസി ഇട്ടിട്ട്, അങ്ങനത്തെ ഒക്കെ എന്താ പറയാ അഭിപ്രായങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വന്നതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഈ ചെവിക്കൂടെ വിടുക, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1, എന്തെങ്കിലും റിഗ്രഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വർഷമാവാറായി, ഇതുവരെ അങ്ങനെ റിഗ്രഷൻ തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ എന്തെങ്കിലും, എൻ്റെ വിശാഖിൻ്റെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ എന്താ പറയാ
നമ്മൾ സ്ത്രീധനമായിട്ട് കിട്ടുന്ന ക്യാഷ് ഉപയോഗിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആ എമർജൻസി സിറ്റുവേഷനിൽ ചത്തുപോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിങ്സ് കേട്ടോ. കാരണം അതായത് എനിക്ക് 26 വയസ്സും വിശാഖിന് 28 വയസ്സും. ഞങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാനല്ലേ നമ്മുടെ പാരൻസ് ഉള്ളത്. അതായത് അത് എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമല്ല കേട്ടോ. അതിന് ആ ഒരു കണ്ടീഷനിൽ മാത്രം എടുക്കരുത്. നമുക്ക് മാനസികമായിട്ട് നേരിടാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, സാമൂഹികമായിട്ട് നേരിടാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ആ സമയത്തൊക്കെ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ മുതിർന്നവരോട് സംസാരിക്കും, എന്തെങ്കിലും മാർഗം കാണും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നല്ലേ. അതിന് ഈ ഡൗറി തന്നെ വേണമെന്നുള്ള നിർബന്ധമുണ്ടോ? എനിക്കങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എത്രയോ എമർജൻസി സിറ്റുവേഷൻസ് കടന്നുപോയി. ഇപ്പം ഞാൻ പറയല്ലോ 6 മാസം പ്രഗ്നൻ്റ് ആയി. ഞാൻ എന്താ പറയുക, എൻ്റെ ഉള്ളിലൊരു ജീവനുണ്ട് എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. ആ ഫീലിങ്സ് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ആസ്വദിച്ച് തുടങ്ങിയിട്ട് ഒരു മാസം തികച്ചാവുന്നതേ ഉള്ളൂ. അതിനു മുന്നേ ഞാനും വിശാഖും അടിച്ച ടെൻഷൻ ഒരു എന്താ പറയുക, ഒരു ഒരു കയ്യും കണക്കുമില്ല അതിന്. ആ സമയത്ത് നമുക്ക് തുണയായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ അച്ഛനും വിശാഖിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും ഇവരൊക്കെയാണ് നമ്മളിങ്ങനെ കൂടെ. എൻ്റെ അമ്മയുടെ വീടിൻ്റെ മാമന്മാര്, അമ്മായിമാര്, ചേച്ചി ദീപ ചേച്ചി, ധന്യ ചേച്ചി, ഇവരൊക്കെ അജു, പ്രമോദേട്ടൻ, ഇവിടെ വിഷ്ണു, വൈശാഖ്, അമ്മമ്മ, മുത്തശ്ശൻ, ഇവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ സാമ്പത്തികമായിട്ടാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും അതായത് ഇതുവരെ അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. ഷോർട്ടേജ് വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ആളുകളോട് എന്താ പറയുക, നമ്മുടെ വേണ്ടപ്പെട്ടവരോട് എന്തെങ്കിലും സഹായം ചോദിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അല്ലാതെ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അത് വേറെ കാര്യം. ഇനി അറിയില്ല അങ്ങനെ ചിന്തിക്കും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫൈനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ മെൻ്റലി സോഷ്യലി ആണെങ്കിലും നമുക്കൊരു കണ്ടീഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരും ഒരുപോലെ ഫോളോ ചെയ്തിരുന്ന കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ്. അല്ലാതെ ഈ സ്വർണം കിട്ടാഞ്ഞിട്ടോ കാശ് കിട്ടാഞ്ഞിട്ടോ എന്താ പറയുക, അതിന് പ്രത്യേകിച്ചൊരു സങ്കടം തോന്നേണ്ട ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ നാട്ടോട്, ഞാൻ മലപ്പുറം ജില്ലയിലാണ് താമസം. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് മലപ്പുറമാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് ഇങ്ങനെ എന്താ പറയുക, പണത്തിന്, അതായത് പെണ്ണിന് പകരം പണം തൂക്കി കൊടുക്കുന്ന ഒരു, പെണ്ണിന് സമം പണം തൂക്കി കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഇല്ല. ഇപ്പോൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇത് കമൻറ്റ് ബോക്സിൽ വന്നിട്ടും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വിഭജിക്കുക, അതുല്യ, അതൊക്കെ ഒരാഴ്ചയിൽ 1.5 ആഴ്ചയിൽ നമ്മളിങ്ങനെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുക. എനിക്കൊന്നും തെക്കൻ ജില്ലകളിലേക്കാണ് ഈ ഗവൺമെൻറ് ജോലിക്കാരന് ഇത്ര സ്വർണം, ഇത്ര സ്ത്രീധനം, ഗൾഫ് ജോലിക്കാരന് ഇത്ര സ്വർണം, ഇത്ര പണം എന്നുള്ള രീതിയിൽ പെൺകുട്ടിയെ തൂക്കി കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഇല്ല കേട്ടോ. വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് അവനവൻ്റെ കയ്യിലും അതിനും ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വീട്ടുകാർ ചെയ്തു തരും. അതിലൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മ എനിക്കൊരു വള വേണം, അല്ലെങ്കിൽ അവസ്ഥ എനിക്ക് അങ്ങനെ ഒന്നും വേണം എൻ്റെ കല്യാണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്തിട്ടില്ലേ ഇവര്. അതിലിപ്പോൾ എന്താ സംശയം. ഞാൻ എൻ്റെ അടുത്തത് ഞാൻ കാലങ്ങളായിട്ട് ഇട്ട് വന്നിരുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതലായിട്ടും ഒന്നും ഇട്ടിട്ടില്ല, കുറവായിട്ടൊന്നും ഇട്ടില്ല. എന്നിട്ടും ഇപ്പോഴും എൻ്റെ കയ്യിലും കാതിലും ഒന്നും ഞാൻ ഇടാറില്ല. പിന്നെ വിശാഖിന് വീട്ടിൽ നിന്ന് താലി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ, അതായത് വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു താലി വേണം എന്നുള്ളത്. വിശാഖ് എൻ്റെ കഴുത്തിൽ കെട്ടി തന്നിട്ടുമില്ല. അതാട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. അത് ഒരുപാട് പേര് വിശാഖിനോടും ഞങ്ങളോടും എന്നോടും മാറി 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 പറഞ്ഞ സമയത്ത്, കെട്ടണം എന്ന് പറഞ്ഞ സമയത്ത് വിശാഖ് പറഞ്ഞൊരു മറുപടി, ഒരു കയറിട്ട് ഇങ്ങനെ ചങ്ങലിട്ട് കെട്ടി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഉള്ളൊരു താല്പര്യം എനിക്കില്ല. ഇതായിരുന്നു വിശാഖിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു പ്രൗഡാണെന്നറിയോ. ഇത് എത്രത്തോളം ആളുകൾക്ക് എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ നമുക്ക് ഹസ്ബൻഡായിട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് വെറുതെ ഒരു ചെറിയൊരു കാര്യമല്ല, അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടൊരു കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ, എടോ വിശാഖ് ഞാനത് ചെയ്യട്ടെ, എന്തെടോ ഞാൻ ചെയ്യട്ടെ, അങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ വിശാഖിനോട് ആലോചിക്കും, എടോ ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കും. അതിൽ വിശാഖിൻ്റെ അഭിപ്രായം എന്ത് ചെയ്യും, ഞാൻ എടുക്കും. എന്തെങ്കിലും തിരിച്ച് അങ്ങനെ തന്നെ ഇടും. എന്നോടും ചോദിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്താ, ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ആ അഭിപ്രായങ്ങൾ തമ്മിൽ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യാറ്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഗോൾഡിൻ്റെയും
പണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ ചെയ്തു അത് വേണ്ട എന്ന് തീരുമാനിച്ചു. പിന്നീട് ഏതെങ്കിലും കാലത്ത് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ നമ്മുടെ പാരൻസ് സഹായിക്കില്ലേ. ഇനി ഇതൊക്കെ ഡൗറിയൊക്കെ 100-150 പവനും കൊടുത്തിട്ടും പാവം അച്ഛനും അമ്മയും സഹായിക്കൽ നിർത്താൻ പറ്റാത്ത എത്രയോ മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ വാർത്തകൾ കേൾക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ. വിശാഖിന്റെ വീട്ടിൽ നിന്ന് ഉള്ള ഒരു റിയാക്ഷനും കൂടി അതിൽ ഉൾപ്പെടുത്തണമല്ലോ ഞാനത് പറയുമ്പോൾ. ഇന്നേ വരെ എന്നോട് അമ്മ നിനക്ക് എന്ത് ഗോൾഡാണ് ഉള്ളത്, നിനക്ക് എത്ര ഗോൾഡ് വീട്ടിൽ നിന്ന് തന്നു, ഇതൊന്നും ചോദിച്ചിട്ട് പോലുമില്ല. ചില സമയത്ത് ഞാൻ മാലയും കമ്മലൊക്കെ ഇടാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കുട്ടി എനക്കൊരു കുഞ്ഞ് കമ്മലെങ്കിലും എടുത്തിട്ടൂടെ എന്ന് ചോദിക്കാറുണ്ട്. അത് ഗോൾഡ് ഇടണം എന്നല്ല പറയുന്നത്, എന്തെങ്കിലും സ്റ്റഡെങ്കിലും എടുത്തിട്ടൂടെ എന്നാണ് അമ്മ ചോദിക്കാറ്. അല്ലെങ്കിൽ ചില സമയത്ത് അമ്മ ഫസ്റ്റ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മയ്ക്ക് ഈ താലിട്ട് കാണണം എന്നൊരു ആഗ്രഹം കൊണ്ട് അമ്മ പറഞ്ഞു, ആ താലി ഒന്നുണ്ട്. ഞാൻ പറയാം അമ്മ അതിൻ്റെ ആവശ്യമില്ല അമ്മ, അതിനേക്കാൾ ഭംഗിയുള്ള മാലയല്ലേ ഇത് ചോദിക്കുന്ന സമയത്ത്. അപ്പൊ പിന്നെ അമ്മ ആ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ, എൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ വിശാഖം പറയും താലിട്ടിട്ട് എങ്ങോട്ട് പോരുതിട്ടാ, എന്താ പറയാ താലിട്ടിട്ട് ആൾക്കാരുടെ ഇടയ്ക്കൊന്നും പോരുതെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അതൊന്നും നിർത്തി. അതും ഈ അലമാറയിൽ ഇരിക്കാന്നല്ലാതെ ഞാൻ അങ്ങനെ യൂഷ്വലായിട്ട് യൂസ് ചെയ്യാറേ ഇല്ല. ഞാൻ ആകെ താലി ഇട്ടിട്ടുള്ള 1-2 വല്ല വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഭംഗിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ 2-3 തവണ ഞാൻ ആ താലി യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് 1 വർഷമായല്ലോ. ഒരു താലിയിലോ അല്ലെങ്കിൽ നെറ്റിയിൽ തുടർന്ന സിന്ദൂരത്തിലോ ഒന്നും ആണ്, അല്ലെങ്കിൽ കിട്ടിയ സ്ത്രീധനത്തിലൊന്നും ആണ് ലൈഫ് എന്ന് ചിന്തിക്കാത്ത 2 ആളുകളാട്ടോ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള അല്ല സോറി സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ. അങ്ങനെ റിഗ്രഷനും തോന്നിയിട്ടില്ല, എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 2 ഫാമിലിയും നല്ലപോലെ സപ്പോർട്ട് ചെയ്താണ്. ഇപ്പോഴും എനിക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വിളിക്കാം. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ പറയുക എൻ്റെ അച്ഛനും അമ്മേനെയും വിളിക്കുക. അതായത് ഞാനും വിശാഖം തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവാൻ കൂടുതൽ സാധ്യത. അതായത് ഞാനും വിശാഖം തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ വിളിക്കുന്നതിനേക്കാൾ ആദ്യം ഇവിടെ താഴെ പോയിട്ട് അമ്മ ഇങ്ങനെ എന്ന് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ. അതിലുപരി ഇവിടുത്തെ അമ്മ എന്നെ എടോ, എന്താ പറയാ മനീഷയെ എടോ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നാറുണ്ട്. കാരണം ഒരു ഫ്രണ്ട്ലി ഫീലിംഗ് ഇവിടെ അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും എനിക്കത് അങ്ങനെ പറയാനുള്ള ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്ത്രീധനത്തിന്റെ പേരിലോ സ്വർണത്തിന്റെ പേരിലോ പൈസയുടെ പേരിലോ ഒരു പ്രശ്നവും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്തൊരു വീടാണ്. ചാൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് എനിക്കിതിൻ്റെ ആൻസർ അതാ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഈ സ്വർണവും പൈസയും ചോദിച്ചു വരുന്നവർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന അച്ഛനും അമ്മേനും വേണം ആദ്യം പറയാം. എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ വിശാലിൻ്റെ വീട്ടിൽ നിന്ന് എത്ര ഗോൾഡ് വേണം എന്ന് പറയായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഈ അലയൻസിന് സമ്മതിക്കില്ല. ഇനി എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എൻ്റെ ഫാമിലി സമ്മതിക്കില്ല. അതിലുപരി അങ്ങനെ ഒരു ഡിമാൻഡ് വിശാഖ് വെക്കുന്ന സമയത്ത് ഫസ്റ്റ് നോ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ആൾ ഞാനായിരിക്കും. കഴിഞ്ഞത് കഴിഞ്ഞു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതിനെപ്പറ്റി ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു ടോക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കമന്റിന് എനിക്ക് ഇതാണ് ആൻസർ പറയാനുള്ളത്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് ഫീലിംഗും ഉണ്ടാവണില്ല കേട്ടോ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുക, നമ്മുടെ ഇൻകം കൊണ്ട് എന്ത് ചെയ്യുക ആ ഒരു പ്രശ്നം സോൾവ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ ഫാമിലീസിന് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ നമുക്കറിയാലോ. അതായത് ഇപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ട്രക്കിന് പറ്റുന്ന ആളുകളല്ല എന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ വിശാഖിന്റെ അച്ഛനെയും അമ്മേനെയും എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ അല്ല അറിയുന്നത്, എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളാണ്. പിന്നെ അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ വരില്ല. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ലെഫ്റ്റ് പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് വിശാഖ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ ആയത്. ഇനി വിശാഖിൻ്റെ അനിയന്മാർക്ക് നല്ല ഡൗറിയൊക്കെ മേടിച്ച് കല്യാണം കഴിക്കാം എന്ന് പറയുന്ന സമയത്ത് ഇല്ല. വിശാഖിൻ്റെ അനിയൻ്റെ കല്യാണത്തിനെ പറ്റി ഞങ്ങളിപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ല അലയൻസ് വരികയാണെങ്കിൽ ഓക്കെ ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് പറയുന്ന പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത ഒരു എന്താ പറയുക കുട്ടീനെ കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നുള്ളത്. കാരണം നമ്മളങ്ങനെ ഡൗറിയിലോട്ട് പോവില്ല. ഞാൻ പറഞ്ഞല്ലോ അത് ഞങ്ങളുടെ മലപ്പുറത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ആരും അങ്ങനെ എന്താ പറയുക സ്ത്രീധനം ചോദിച്ചിട്ട് പെണ്ണന്വേഷിച്ച് വരാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം എണീറ്റോ വിട്ടോ എന്ന് പറയുന്ന പെൺകുട്ടികളാണ് മിക്കവാറും ആളുകൾ. അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഫാമിലി വന്നപ്പോൾ പെണ്ണാലോചിക്കുന്ന സമയത്ത് ആ ഫാമിലിയുടെ കണ്ടീഷനും കൂടി അറിയണമല്ലോ. അല്ലാതെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോയിട്ട് 100 പവൻ ഗോൾഡ് വേണം എന്ന് പറയോ?
എനിക്കറിയില്ല. ഉം, എന്താ പറയാ, അപ്പോൾ ഇതൊരു എന്താ പറയാ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ച പുള്ളിക്കാരത്തി ഭയങ്കര പോസിറ്റീവായിട്ടാണ് ചോദിച്ചത്. ഞാൻ ഭയങ്കര പോസിറ്റീവായി ചിരിച്ച് ഭയങ്കര ഹാപ്പിയോട് കൂടി എടുത്തൊരു വീഡിയോ ആണ്. അതിൽ വേറെ എന്താ പറയുക നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു റിഗ്രഷനും ഇല്ല. ഇനി എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്തല്ലേ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്യാവുന്ന. ഞാൻ കല്യാണം കഴിഞ്ഞ് 3 കാര്യത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുട്ടിയാവാതിരിക്കണില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് മാനസികമായിട്ടും അത് ശാരീരികമായിട്ടും അല്ലെങ്കിൽ മെന്റലി ഫിസിക്കലി ഫിനാൻഷ്യലി എങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ടുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മേനെ വിളിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്താ പറയാ അതിന് അവരെ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടിച്ചൊരു കല്യാണം കഴിപ്പിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ജീവിക്കാം, ഇങ്ങനെയും കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ച ആളുകളാണ് ഞങ്ങൾ. കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന തുക ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ സമയത്താണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരുപാട് ആളുകൾ മരിക്കുന്നത്. ആ സമയത്ത് ഡിവൈഎഫ്ഐയുടെ ഭവന പദ്ധതിയിലേക്ക്, അതായത് ഇപ്പം ടൗൺഷിപ്പ്, സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് വയനാട്ടിലെ നമ്മുടെ ഡിവൈഎഫ്ഐ വീട് വെച്ച് കൊടുക്കും, 20 വീട് വെച്ച് കൊടുക്കും എന്നുള്ള തീരുമാനം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അനൗൺസ് ചെയ്ത സമയത്ത് നമ്മുടെ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു തുക നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേണമെങ്കിൽ ആ പൈസ നമുക്ക് ഡെപ്പോസിറ്റ് ഇട്ട് നമുക്ക് അതുകൊണ്ട് ജീവിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഞങ്ങൾ, ഇങ്ങനെയാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിൽ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി എനിക്ക് ഇത്രേ കേട്ടോ കാര്യത്തിൽ പറയാനുള്ളൂ. ആ കമന്റിന് ഇത്ര തന്നെ അതിന്റെ ധാരാളം മതി. കമന്റിന് എനിക്ക് സത്യം പറഞ്ഞാൽ മറുപടി പറയണം എന്നുണ്ടായിരുന്നു. വീഡിയോ ഇങ്ങനെ ലോങ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പോൾ ദേ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ മതിയായിരിക്കും. ടാറ്റാ.